ജീവിതം ചിലപ്പോൾ വളരെ വിചിത്രമാണ്. നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവർ പോലും നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തവർ നമ്മളെ സഹായിക്കാൻ എത്തുന്നത് കാണാം. അനുഭവങ്ങളിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അഭിനയങ്ങളിൽ വീണ് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. വേദനിപ്പിച്ചവർക്ക് ഇനിയും വേദനിപ്പിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാനും പറയാനും എല്ലാവർക്കും നല്ല കഴിവാണ്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വന്തം കുറ്റവും കുറവും മനസ്സിലാക്കാനുള്ള ധൈര്യമാണ് വേണ്ടത്. ഞാൻ പറയും, നീ കേൾക്കും എന്നിടത്തല്ല, പരസ്പരം പറയാൻ അവസരമുള്ളിടത്തും പരസ്പരം കേൾക്കാൻ മനസ്സും ഉള്ളിടത്താണ് ബന്ധങ്ങൾ ആകാശം പോലെ വിശാലമാകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കണമെന്ന വാശി. ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴാണ്. പരാതി ഒന്നും കൂടാതെ മാറി നിന്ന് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. കൂടെയുണ്ടെന്ന് പറയുന്ന പലരും ഒരു നാൾ നമ്മളെ ഒറ്റപ്പെടുത്തും. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും ഒരാൾക്കും ശല്യമാവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. നഷ്ടപ്പെട്ട സമയം നമുക്ക് വീണ്ടെടുക്കാനാവില്ല. എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാവും. ഏതൊരു അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയാനാവില്ല. 1000 ബുക്കിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളേക്കാൾ മികച്ചതായിരിക്കില്ല അവയൊന്നും. വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും. മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടി പോകും. എന്നാൽ പരുന്ത് മേഘങ്ങൾക്ക് മീതെ പറന്ന് മഴയെ തരണം ചെയ്യും. പ്രശ്നങ്ങൾ ഏവർക്കും ഒരുപോലെയാണ്. അത് അഭിമുഖീകരിക്കുന്ന രീതിയാണ് പ്രധാനം. പിന്നിലേക്ക് തിരിക്കാനുള്ള അവസരം കൊടുക്കാതെ ഓരോ നിമിഷവും മുന്നോട്ട് മാത്രം ഓടുന്ന ഒരു ഘടികാര സൂചിയാവുക. ഓടുന്ന ഓട്ടത്തിൻ്റെ വേഗതയിലല്ല, ഓടുമെങ്കിൽ മുന്നോട്ട് തന്നെ ഓടുമെന്ന ഉറച്ച നിലപാടിലാണ് കാര്യം. ഒന്നും പറയാനില്ല എന്നതല്ല, ആരും കേൾക്കാനില്ല എന്നതാണ് പലരുടെയും സങ്കടം. ഓരോ അസ്തമയവും ഓരോ പ്രതീക്ഷകളാണ്. നാളെ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷ. നമുക്ക് വേദനിച്ചാൽ നമ്മേക്കാൾ വേദനിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളിൽ കലർപ്പില്ലാതെ ആഹ്ലാദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അമ്മ മാത്രമായിരിക്കും. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. ചിലർ കണക്ക് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് എഴുതി വയ്ക്കാൻ മറന്നുപോയ കണക്കുകളെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ കണക്കുകൾ ഇല്ലാത്തവർ എന്നും പകച്ചു പോയിട്ടേയുള്ളൂ. അത് മക്കളാണെങ്കിൽ പോലും. പുതുമയിൽ എല്ലാം നല്ലതായി തോന്നും. പഴകിയതിനു ശേഷമാണ് സത്യം അറിയുന്നത്. അത് വസ്തുവായാലും വ്യക്തിയായാലും.